ബിഗ് ബോസിനെതിരായി കേരള ഹൈക്കോടതി കേസ്. ടെലിവിഷൻ റിയാലിറ്റി ഷോ വളരെ പോപ്പുലറാണ്. ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ഈ റിയാലിറ്റി ഷോ അവതരിപ്പിക്കുന്നുണ്ട്. മലയാളത്തിലും ഇത് അവതരിപ്പിക്കുന്നുണ്ട്. ഏകദേശം 18-19 പേരാണ് ഒരു റിയാലിറ്റി ഷോയിൽ 100 ദിവസം അവരൊരു കെട്ടിടത്തിനുള്ളിൽ സർവ്വബന്ധങ്ങളും ഫോൺ പോലും ഇല്ലാതെ അവരവിടെ ജീവിക്കുന്നതായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ തന്നെ അതൊരു റോൺഫുൾ കൺഫൈൻമെൻ്റ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ 6ാമത്തെ സീസൺ എപ്പിസോഡിൽ ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത അസീം റോക്കി എന്നയാൾ, അയാളും സിജോ എന്ന ആളും തമ്മിൽ റിയാലിറ്റി ഷോയിൽ തമ്മിൽ വാക്കുതർക്കം കാണിച്ചു. അതിനുശേഷം അസീം റോക്കി സിജോയുടെ മൂക്കിന് നേരെ ആഞ്ഞൊരു ഇടി മുഖത്തിടിച്ചു കൊടുത്തു. അയാൾ തൽക്ഷണം താഴെ വീണു, ബ്ലീഡ് ചെയ്തു, ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലായി. ഇപ്പം അപകടനില തരണം ചെയ്തു എന്ന് കരുതുന്നു. എന്തായാലും ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് അഡ്വക്കേറ്റ് ആദർശ് കേരള ഹൈക്കോടതി ഫയൽ ചെയ്തു. അത് ഡിവിഷൻ ബെഞ്ചിൽ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്, ജസ്റ്റിസ് അബ്ദുൽ ഹക്കീം എന്നിവരുടെ ബെഞ്ചിലാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അത് പ്രാഥമിക വാദങ്ങൾ കേട്ടു. അടുത്ത 25-ാം തീയതിക്ക് അത് പോസ്റ്റ് ചെയ്തു. ഇതിനകത്ത് റിയാലിറ്റി ഷോയിൽ ഇന്ത്യ മുഴുവൻ എല്ലാ വിവിധ ഭാഷകളിൽ കാണുന്ന ഈ റിയാലിറ്റി ഷോസ് ബിഗ് ബോസിൽ 100 ദിവസം അവരെ ഒരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ ഹാളിൽ അവർ ജീവിക്കുന്നതായിട്ടാണ് വരുന്നത്. അവിടെ ഒരു ആൾ, 2 പേര് തമ്മിൽ പരസ്പരം വാക്കുതർക്കം വന്നു. അതിലൊരാൾ മറ്റേയാളുടെ മുഖം നോക്കി ഇടിച്ചു വീഴ്ത്തി. ഇതൊരു ഒഫൻസാണോ? ഇതൊരു ഒഫൻസാണ്. അത് ഗ്രീവിയസ് ആർട്ടാണ്. 325 ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് ഫ്രാക്ചർ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അത് 325 ആകുന്നത്. അടിയോ പാമ്പ് കൊണ്ട് എന്തെങ്കിലും അടി കൊടുത്താൽ 324 വരികയുള്ളൂ. ഇത് കൈകൊണ്ടിടിച്ചാലും ആയുധം കൊണ്ടടിച്ചാലും ഒരു ഫ്രാക്ചർ ഉണ്ടായാൽ, ആയുധമില്ലാതെയാണെങ്കിൽ 325, ആയുധം വെച്ചാണെങ്കിൽ 326. ഇവിടെ ഒഫൻസ് നടന്നിരിക്കുന്നത് 325. റിയാലിറ്റി ഷോയിൽ 2 പേരും വാക്ക് തർക്കം ഉണ്ടാകുന്ന കാണുകയും ചെയ്തു. അതിന് ഇടി കൊണ്ട സിജോയ് തനിക്ക് പരാതിയില്ല എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞു. അയാൾക്കല്ല പരാതി. ഒരു സ്ഥലത്ത് ഒരാളെ മറ്റൊരാൾ ഉപദ്രവിച്ചാൽ, പ്രത്യേകിച്ച് ഒരു ഗ്രീവിയസ് ആർട്ട് 325 IPC ആണെങ്കിൽ, ഇതിൻ്റെ ഒന്നും വാദി നമ്മളാരുമല്ല. പരിക്കേറ്റ ആൾ വാദി 2ാം വാദിയായിട്ടേ വരുന്നുള്ളൂ. 1ാം വാദി, അതിൻ്റെ വാദി സ്റ്റേറ്റാണ്. സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന SHO ആണ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. നിങ്ങൾ വിചാരിച്ച് നിങ്ങളൊരു പരാതി കൊടുത്ത വാദി നിങ്ങൾ തന്നെയാണ്. അല്ല, വാദി സ്റ്റേറ്റാണ്. പരാതി കൊടുക്കുന്ന ആൾ 2ാം സാക്ഷിയായിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ റിയാലിറ്റി ഷോയിൽ ഒരാൾ മറ്റൊരാളെ ഇടിച്ചു വീഴ്ത്തി, ഗ്രീവസ് ഹർട്ടുണ്ടായി. ഒഫൻസ് 325. അതുകൂടാതെ വേറെ ചില ആക്റ്റും ഇതിന് ബാധകമാണ്. ടെലിവിഷൻ നെറ്റ്വർക്ക് ആക്ട് റെഗുലേഷൻ 1952 പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് നേരത്തെ കൊടുത്ത അനുവാദം വാങ്ങിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ആ റിയാലിറ്റി ഷോയിൽ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു ഒഫൻസാണ്. അത് ടെലിവിഷൻ റൂളിനെതിരാണ്, സിനിമാറ്റോഗ്രാഫി ആക്ടിനെതിരാണ്. നമ്മൾ കൊടുക്കുന്ന കണ്ടൻസിന് വിരുദ്ധമായി അതിനകത്ത് എന്തുണ്ടായാലും ശരി, അത് ഈ ആക്ടിൻ്റെ വയലേഷനാണ്. ഇവിടെ 325 മാത്രമാണ് ആ കേസിനകത്ത് അഡ്വക്കേറ്റ് ആദർശ് കോടതി കൊടുത്ത്. ഇവിടെ ഒരു എക്സ്റ്റോർഷനാണ്. ഇത് നേരത്തെ അതിൻ്റെ ആ ടെലിവിഷൻ ഷോയുടെ അത് നടത്തുന്നവർ ഇങ്ങനെ ഒരു വാക്കുതർക്കം ഉണ്ടാക്കി അവനിട്ടൊന്ന് ഇടിച്ചു വീഴ്ത്തുന്നത് നല്ലതാണ്. അതിനകത്ത് കൂടുതൽ പണം കിട്ടും, കൂടുതൽ ആൾക്കാർ കാണും. ഇടിച്ചു വീഴ്ത്തുന്ന കാണാൻ ആൾക്കാർ, വ്യൂവേഴ്സ് കൂടും. അങ്ങനെ വന്നാൽ അതൊരു എക്സ്റ്റോർഷനാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി രഹസ്യമായിട്ട് മറ്റൊരാളോട് പറഞ്ഞിട്ട് ഇടിച്ചു വീഴ്ത്തുകയാണ്. അപ്പം പണം ഉണ്ടാക്കാൻ വേണ്ടി
ഒരാളെ ഉപദ്രവിച്ച് വീഴ്ത്തുന്നത് 383 അനുസരിച്ച് കുറ്റകരമാണ്. ഇന്ത്യൻ പീനൽ കോഡ് 3 എക്സ്റ്റോർഷൻ ഓഫ് മണി. ഏത് വിധത്തിലും ഒരാളെ ഭയപ്പെടുത്തിയോ കത്തി കാണിച്ചോ ഭീഷണിപ്പെടുത്തിയോ അയാൾക്ക് നമുക്ക് പണം ഉണ്ടാക്കാം. അല്ലെങ്കിൽ അയാൾക്ക് നല്ല സംഗീതം പറഞ്ഞ് കൊടുത്ത് കൂടെ സംഗീതം ഇട്ട് വലിയ എമൗണ്ട് നമുക്ക് വാങ്ങിക്കുക. ഏത് വിധത്തിൽ വേണേലും എക്സ്റ്റോർഷൻ്റെ പരിധിയിൽ വന്നാൽ അത് കുറ്റകരമാണ്. ഇവിടെ കാണികൾ കൂടും. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ അതുകൊണ്ട് മനഃപൂർവ്വം ഉണ്ടായതാണോ, അതുകൊണ്ടാണോ സിജോ എന്നയാൾ ഇപ്പം പരാതിയില്ല എന്ന് പറയുന്നത്? ഇവിടെ പൊതുജനങ്ങൾക്ക് പരാതിയുണ്ട്, ഇവിടുത്തെ ജനങ്ങൾക്ക് പരാതിയുണ്ട്. ഇതൊന്നും ചാനലിൽ കാണിക്കാൻ പാടില്ല. കുട്ടികളെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് അഡ്വക്കേറ്റ് ആദർശിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം 325 എന്ന കുറ്റവും വെളിവായി. സിജോയ്ക്ക് പരാതി ഇല്ലെങ്കിലും അതിന് എവിടെ വെച്ചാണ് ആ സംഭവം നടന്നത് അവിടുത്തെ SHO കേസെടുക്കണം, സോമോട്ടോ കേസെടുക്കണം. അത് കലയാണ് മതമാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പീനൽ കോഡ് അനുസരിച്ച് മുന്നോട്ട് പോകണം. അതിനകത്ത് 383 എക്സ്റ്റോർഷനെ പണം ഉണ്ടാക്കാൻ വേണ്ടി വേറൊരാളെ ഉപദ്രവിച്ച് അടിച്ചു വീഴ്ത്തി എന്നുള്ളതാണ്. അതിനകത്ത് കാണാൻ ധാരാളം ആൾക്കാരോടും കൂടുതൽ പണം ഒഴുകും. 383 ഒരു മുറിയിൽ 100 ദിവസം ഇങ്ങനെ ആൾക്കാരെ കലയാണെന്ന് പറഞ്ഞ് പൂട്ടിയിടാൻ പറ്റുമോ? പറ്റില്ല. 342 റോങ്ഫുൾ കൺഫൈൻമെൻറ്റ്. ഇത്രയും കുറ്റങ്ങൾ ഇതിനകത്തുണ്ട്. കോടതി അത് പരിശോധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സിനിമാറ്റോഗ്രാഫി ആക്ട് 1952 പ്രകാരവും ടെലിവിഷൻ നെറ്റ്വർക്ക് ആക്ട് പ്രകാരവും ഇന്ത്യൻ പീനൽ കോഡിനനുസരിച്ചും കുറ്റകരമാണ്. കോണ്ടാക്ട് റൂൾസ് ഉണ്ട്, ഇനി വരുന്നുണ്ട്. ഏതായാലും പ്രാഥമികമായി ഇത്ര ഒഫൻസ് ഇതിനകത്തുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് ടെലിവിഷൻ ഷോയാണ്, അത് ആക്ട് ചെയ്യുന്നതല്ല, ഇത് റിയലായിട്ട് സംഭവിച്ചതാണ്. നമുക്ക് പല സിനിമകളിലും പല ടെലിവിഷൻ ഷോയിലും എല്ലാവരും അഭിനയിച്ചാണ് കാശുണ്ടാക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ അഭിനയം ഒരാളെ മരണം വരെ അയാൾക്ക് പോകേണ്ടി വന്നെങ്കിലോ ആ രീതിയിലുള്ള പ്രവൃത്തി മനഃപൂർവ്വം ചെയ്യുന്നത് കുറ്റകരം തന്നെയാണ്. അതുകൊണ്ട് ഹൈക്കോടതി 25-ാം തീയതി ഇത് വീണ്ടും കേൾക്കും. എന്തായാലും ഇതിനകത്ത് ആരൊക്കെയാണ് ഇതിൻ്റെ അവതാരകൻ, ആരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, അവർ രണ്ടും കുറ്റക്കാരാവും. കാരണം ഇത് നിലനിൽക്കുന്ന കേസാണ്. 325 തീർച്ചയായിട്ടും. സിജോയ്ക്ക് പരാതി വേണ്ട, അവിടുത്തെ SHO ഇതിനെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യണം. എവിടെ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്ത് അവിടുത്തെ SHO കേസ് രജിസ്റ്റർ ചെയ്യണം. കാരണം അതിന് സമയമായി. ഹൈക്കോടതിയിലെ ശ്രദ്ധയിൽ ഇത് വന്നിരിക്കുന്നു. ഏതായാലും മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസും അതുപോലെ തന്നെ അബ്ദുൽ ഹക്കീമും ഡിവിഷൻ ബെഞ്ചാണ് പരിശോധിക്കുന്നത്. ഇത് സിംഗിൾ ബെഞ്ചല്ല. ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഇത് ഇന്ത്യയിലെ സിനിമാറ്റോഗ്രാഫി മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ കോണ്ടാക്റ്റ്, കുട്ടികളെല്ലാം ഇതേ രീതിയിലുള്ള രംഗങ്ങൾ സൃഷ്ടിക്കും. സിനിമയെ അതേപടി പകർത്തുന്ന കുട്ടികളാണ് നമുക്ക് ഇന്ത്യയിൽ മുഴുവൻ. നമ്മളെല്ലാവരും അങ്ങനെയാണ്. എന്ത് ഇമിറ്റേഷൻ ആയാലും ശരി, തമാശ ആയാലും ശരി, അടിപിടിയായാലും ശരി. കാരണം ഇപ്പോഴത്തെ കൊലപാതകം എല്ലാം കാണുന്നുണ്ടല്ലോ. ഒരാളെ അടിച്ചു വീഴ്ത്തി കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ചവിട്ടുന്നത്, അത് സിനിമയിൽ നിന്ന് പഠിച്ചതാണ്. നെഞ്ചും അതിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ചവിട്ടുകയാണ്. അതൊക്കെ നമുക്ക് സിനിമയിലുള്ളതാണ്. പിന്നെ ആളെ വലിച്ചെറിയുന്നത് അത് സിനിമയിൽ നിന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഹൈക്കോടതി നിരീക്ഷിക്കും. ഡിവിഷൻ ബെഞ്ച് കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഇതിനകത്ത് അവതാരകനും പ്രൊഡ്യൂസറും അതോടൊപ്പം അസീം റോക്കിയും കുറ്റക്കാരാണ്. അതിൽ ആൾക്കാരെ ഏകദേശം 18-19 വരെ പൂട്ടിയിട്ട് റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ആണ്. ഏതായാലും വരും ദിവസങ്ങളിൽ 25-ാം തീയതിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും.